വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗായ്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ അൺബോക്സിങ് എന്താണെന്ന് കണ്ടാലോ? വായോ. എന്നോട് കുറേ പേര് പറഞ്ഞു കേട്ടോ, നമ്മൾ പേപ്പർ ആയിക്കോട്ടെ തുണി ആയിക്കോട്ടെ കട്ട് ചെയ്യുന്ന കത്രിക വെച്ചിട്ട് നമ്മൾ ഇങ്ങനത്തെ അൺബോക്സിങ് ഒന്നും ചെയ്യരുതെന്ന്. എനിക്ക് സത്യം പറഞ്ഞാൽ തുണിയുടെ കത്രിക പേപ്പറിനും പേപ്പറിൻ്റെ കത്രിക തുണിക്കും യൂസ് ചെയ്യലെന്നറിയാം. അതല്ലാണ്ട് എനിക്ക് അങ്ങനെ അറിയില്ലായിരുന്നു. എനിവേ പറഞ്ഞതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. നമ്മൾ അറിയത്തില്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ പറയുമ്പോൾ നമുക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരിക്കും. ഇതൊക്കെ ഞാൻ നേരത്തെ അൺബോക്സ് ചെയ്തതായതുകൊണ്ടാണ് പിന്നെയും ആ കത്രിക വെച്ചിട്ട് ചെയ്യുന്നത്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോയെ. അപ്പം ഇന്നത്തെ നമ്മുടെ അൺബോക്സിങ് എന്താണെന്ന് കണ്ടാലോ? ഇത് വന്നിട്ട് നമ്മുടെ ഇൻവിസിബിൾ ആയിട്ടുള്ള സിബാണ് കേട്ടോ. ആക്ച്വലി ഇത് പുറംതിരിഞ്ഞിരിഞ്ഞുകൊണ്ട് ഞാൻ വിചാരിച്ചു, ദൈവമേ ഞാൻ ഓർഡർ ചെയ്തതല്ലേ വന്നേന്ന്. ഞാൻ ഓർഡർ ചെയ്തത് ഇൻവിസിബിൾ സിബായിരുന്നു. തിരിഞ്ഞിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു നോർമൽ സിബാണ്. കാരണം നമ്മളിങ്ങനെ ഇൻവിസിബിൾ സിബിനെ ഒന്നും അടുത്ത് കണ്ടിട്ടില്ലല്ലോ. സോ അങ്ങനെ ആൻഡ് കുറേ കളേഴ്സും കുറേ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ ലെങ്ത് ഒത്തിരി ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അതുമാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. ഇനി ഇത് ഇത്രയേ ഉള്ളൂ എന്നും എനിക്കറിയില്ല. അപ്പോൾ എനിവേ ഇതിന് റേറ്റ് കുറവായിരുന്നു കേട്ടോ. മീഷോയിൽ നിന്നാണ് ഞാൻ ഇതും പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ റേറ്റ് ആണെന്നാലും അത്യാവശ്യം നല്ല കുറവൊക്കെ ആയിരുന്നു. അപ്പം എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരേക്കും ബൈ ബൈ.